Bismillah, alhamdulillah, sallallahu ala nabiyina Muhammadin wa alihi wa sahbihi wa sallam. Allahumma allimna ma yanfa'una wanfa'na bima 'allamtana wa zidna ilman ya karim. സൂറത്ത് അംബിയായിലെ 104, 105. أعوذ بالله من الشيطان الرجيم. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയൊരു 2 ആയത്തുകളിലൂടെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ ബാക്കി വിശദീകരണമാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. ലാ യഹ്സുനുൽ ഫസഉൽ അക്ബർ വ തതലഖാഹുൽ മലായിക ഹാദാ യൗമുകും അല്ലദീ കുൻതും തുഅദൂൻ. ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദിവസം എന്ന് പറഞ്ഞ ആ ഒരു ദിവസത്തിന്റെ ഒരു വിശദീകരണമാണ് ഈ 2 ആയത്തുകളിൽ ഇനി വരുന്നത്. യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ്. യൗമ നത്വി ചുരുട്ടപ്പെടുന്ന ദിവസം, അസ്സമാഅ ആകാശത്തെ, കതയ്യി സിജില്ലി ലിൽ കുതുബ് ഒരു പുസ്തകത്തിന്റെ പേപ്പർ ചുരുട്ടുന്നത് പോലെ, നമ്മൾ എഴുതി വെക്കുന്ന പേപ്പർ ചുരുട്ടുന്നത് പോലെ ആകാശത്തെ നാം ചുരുട്ടുന്ന ദിവസം. യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ് കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു. കമാ ബദഅനാ നാം തുടങ്ങിയതുപോലെ, അവ്വല ഖൽഖിൻ ഒന്നാമത്തെ സൃഷ്ടിപ്പ്, നുഈദുഹു അതുപോലെ നാം തിരിച്ചു മടക്കുന്നതാകുന്നു. വഅദൻ അലൈനാ നമ്മുടെ മേൽ അത് വാഗ്ദാനമാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത കാര്യമാകുന്നു അത്. ഇന്നാ കുന്നാ ഫാഇലീൻ നാം ആ വാഗ്ദാനം കൃത്യമായി പ്രവർത്തിക്കുന്നവർ തന്നെയാകുന്നു. യൗമ നത്വി സ്സമാഅ കതയ്യി സിജില്ലി ലിൽ കുതുബ് ഒരു കിതാബിലെ ഒരു പേപ്പർ നമ്മൾ എങ്ങനെയാണോ ചുരുട്ടുക അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ ചുരുട്ടുമെന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തന്റെ വലത്തെ കൈയിൽ പിടിക്കുമെന്നും ആകാശങ്ങളെ വലത്തെ കൈയിൽ പിടിക്കുമെന്നുമൊക്കെ സൂറത്ത് സുമറിൽ വന്നിട്ടുണ്ട്. വൽ അർദു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമത്തി വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. ആകാശങ്ങൾ, അവിടെ ആകാശങ്ങൾ എന്നാണ് പറഞ്ഞത്. സമാ, ആകാശം എന്നേ പ്രയോഗമുള്ളൂ. അവിടെ സൂറത്ത് സുമറിൽ 67 പറഞ്ഞു വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ തന്റെ വലത്തെ കൈയിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ ഭൂമിയെ കുറിച്ചും പറഞ്ഞു വൽ അർദു ജമീഅൻ ഖബദതുഹു, ഭൂമിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുമെന്നാണ് ആ ഖിയാമത്ത് നാളിൽ. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചതുപോലെ നമ്മെ വീണ്ടും സൃഷ്ടിക്കുമെന്നാണ്. നമുക്ക് ആദ്യ സൃഷ്ടിപ്പിൽ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോലും നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു അംശവുമില്ലാതെ ഈ ഭൂമിയിൽ നമ്മെ രണ്ട് മാതാപിതാക്കളിലൂടെ ഉണ്ടാക്കുന്നുവെങ്കിൽ, ഒന്നുമില്ലാതെയാണ് അങ്ങനെ ഉണ്ടാക്കിയതെങ്കിൽ, ഖിയാമത്ത് നാളിൽ വരുന്നത് നമ്മുടെ ഒരു ചെറിയ ബാക്കി പത്രം ഇവിടെ ഉണ്ടായിട്ടാണ്. നമ്മളൊക്കെ മരിച്ചുപോയി, നമ്മുടെ അജുബുദ്ദനബ് ബാക്കിയാകുന്ന, നമ്മുടെ ഏറ്റവും അവസാനത്തിൽ ഒരു എല്ലിന്റെ കഷ്ണം ബാക്കിയാകും. അതിൽ നിന്നാണ് പിന്നീട് പുനർജീവനം ഉണ്ടാവുക എന്നാണ്. എന്നാൽ ആദ്യത്തെ സൃഷ്ടിപ്പ് അങ്ങനെ ഒന്നു തന്നെ ബാക്കിയില്ല. ഒന്നുമില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഖിയാമത്ത് നാളിൽ വലഖദ് ജിഅ്തുമൂനാ ഫുറാദ, അവിടെ എല്ലാവരും ഒറ്റക്കാണ് വരിക. കമാ ഖലഖ്നാകും അവ്വല മറത്തിൻ, ആദ്യത്തിൽ അല്ലാഹു എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെയാണ് വരിക. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ദുഹൂരിക്കും, ഈ ഭൂമിയിൽ എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചോ, എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയോ എല്ലാം ഒഴിവാക്കിയിട്ടാണ് അവിടെ വരിക. സാധാരണ ഒരു കുട്ടി ജനിച്ചാൽ അവനൊന്നും ഉണ്ടാവുകയില്ല. സ്വന്തമായി ഒരു വസ്ത്രമോ സ്വന്തമായി സമ്പത്തോ വീടോ ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ ഒന്നുമില്ലാത്തവരായി കൈകളും കാലുകളും ഇട്ടടിക്കുന്നത് പോലെ, ആരാലും സഹായിക്കാൻ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ മറ്റുള്ള സഹായം ആവശ്യമുള്ളവരായി ആ നിലക്കായിരിക്കും അവിടെ നമ്മൾ വരിക എന്നാണ്. ഒരു വസ്ത്രം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നകും മഹ്ശൂറൂന ഹുഫാതൻ ഉറാതൻ ഗുർല, അവിടെ നിങ്ങൾ ചെരുപ്പില്ലാത്തവരായിരിക്കും, അവർ നിങ്ങൾ നഗ്നരായിരിക്കും, ജലാകർമ്മം പോലും ചെയ്യാത്തവരായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അന്ന് ഒന്നുമില്ലാത്തവരായിട്ടായിരുന്നു വരിക. അവ ചെരുപ്പുണ്ടാവുകയില്ല, സ്വന്തമായി വസ്ത്രമുണ്ടാവുകയില്ല, ജലാകർമ്മം പോലും ചെയ്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ ആദ്യം സൃഷ്ടിച്ചതുപോലെ ആദ്യത്തേതുപോലെ തന്നെ നിങ്ങൾ കടന്നു വരും. വഅദൻ അലൈനാ, അത് നാം നൽകുന്ന വാഗ്ദാനമാകുന്നു. അങ്ങനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. ഇന്നാ കുന്നാ ഫാഇലീൻ, നാം നടപ്പിലാക്കുക തന്നെ ചെയ്യും, നാം പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. ശേഷം 105-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് കതബ്നാ ഫിസ് സബൂർ, സബൂറിൽ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ബഅദി ദിക്രി, ഒരു പ്രമാണത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം. അവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ ലൗഹുൽ മഹ്ഫൂദാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കാണാം. ദിക്ർ എന്ന് പറഞ്ഞാൽ ബഅദ ദിക്ർ, ദിക്റിൽ രേഖപ്പെടുത്തിയതിനു ശേഷം നാം സബൂറിൽ എഴുതിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സബൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് നിലക്ക് അതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. സബൂർ എന്ന് പറയാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത വേദഗ്രന്ഥത്തിന് സബൂർ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ സബൂർ അല്ല, മറിച്ച് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ എല്ലാ വേദഗ്രന്ഥത്തിനും സബൂർ എന്ന പ്രയോഗം ഇവിടെ സാധ്യമാണ് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അങ്ങനെയാണ്. കാരണം സബൂർ എന്ന വാക്കിന് മക്തൂബ്, എഴുതപ്പെട്ടത് എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് ഭാഷയിൽ. അതുകൊണ്ട് തന്നെ എഴുതിയത് എന്ന അർത്ഥമാണ് ഇവിടെ അതിന് ആപ്റ്റായിട്ടുള്ളത്. ഇപ്പൊ എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യം രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ അതുണ്ട്, ഈ സത്യാവസ്ഥ അതിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സബൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വേദഗ്രന്ഥങ്ങൾ എന്ന അർത്ഥത്തിലാണ്. മിൻ ബഅദി ദിക്രി, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയതിനു ശേഷം നാം സബൂറിൽ രേഖപ്പെടുത്തി. എന്താണ് രേഖപ്പെടുത്തിയത്? അന്നൽ അർള യരിസുഹാ ഇബാദിയസ് സ്വാലിഹൂൻ, ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല യരിസുഹാ, അതിന് അനന്തരം കൊടുക്കുന്നത് ഇബാദിയസ് സ്വാലിഹൂൻ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്കാകുന്നു എന്നാണ്. ഈ കാര്യമാണ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ കാണാം, വ്യത്യസ്തമായ ആയത്തുകളിൽ കാണാം.
അതുപോലെ തന്നെ മറ്റു വേദഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യം ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ അന്നൽ അർദ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് നിലക്ക് പണ്ഡിതന്മാരെ വിശദീകരിച്ച് കാണാം, വേറെ വിശദീകരണം കാണാം. എന്നാൽ രണ്ട് വിശദീകരണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, ഈ ഭൂമിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഇഹലോകത്തുള്ള ഭൂമിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെല്ലാം അത് പാരത്രികമായ ഭൂമിയാകുന്നു എന്നൊരു വിശദീകരണവും നമുക്ക് കാണാം. സ്വർഗമാണ്, കാരണം ഇതിനൊക്കെ ആയത്തുകളുണ്ട്, വെറുതെ പറയുന്നതല്ല. സൂറത്ത് അറാഫിൽ കാണാം, ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അല്ലാഹുവിനുള്ളതാകുന്നു. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തുൽ മുത്തഖീൻ, അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അനന്തരം കൊടുക്കും എന്ന് സൂറത്ത് അറാഫിലെ 128 കാണാം. അതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂനിൽ കാണാം, ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്നു അനന്തരമെടുക്കുന്നവർ. മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അല്ലദീന, അതായത് യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, ഫിർദൗസിനെ അനന്തരമെടുക്കുന്നവരാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതരായിരിക്കും. അപ്പൊ അവിടെ അനന്തരമെടുക്കുന്നത് എന്ന് പറഞ്ഞത് ഫിർദൗസിനെയാണ്, സ്വർഗത്തെയാണ്. അവിടെ സൂറത്ത് മുഅ്മിനൂനിൽ 11:10 അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് നൂറിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആധിപത്യം കൊടുക്കും. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി, നിങ്ങളിൽ വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ എടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പുള്ള സമുദായത്തിൽ കൊടുത്തതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ലഹും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീനിനെ ആധിപത്യം നൽകും. അതുപോലെ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്ക് ശേഷം ഒരു സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാറ്റി നൽകുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? യഅ്ബുദൂനനി, നിങ്ങൾ എന്നെ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, നിങ്ങൾ എന്നിൽ ശിർക്ക് വെച്ച് പുലർത്തരുത്. അപ്പൊ വിശ്വസിക്കുകയും അമൽ സ്വാലിഹാത്തുകൾ എടുക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിലാഫത്ത് കൊടുക്കും, അധികാരം കൊടുക്കും എന്ന് സൂറത്ത് നൂറിലും നമുക്ക് കാണാം. അപ്പൊ ഈ ഭൂമിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. നേരത്തെ സൂറത്ത് മുഅ്മിനൂനിൽ പറഞ്ഞത് സ്വർഗത്തിനെ കുറിച്ചായിരുന്നു. വേറെയും പരാമർശങ്ങൾ ഇതുപോലെ നമുക്ക് കാണാം. സൂറത്ത് സുമറിൽ കാണാം, വഖാലുൽ, സ്വർഗത്തിലെത്തിയ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഹംദ് ചെയ്തുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാചകം കാണാം. വഖാലുൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ സദഖനാ വഅദഹു, അവന്റെ വാഗ്ദത്തം സത്യപ്പെടുത്തിയവനാകുന്നു. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാഉ ഫനിഅമ അജ്റുൽ ആമിലീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്തുതിയുള്ളവനാണ്, അവൻ ഞങ്ങൾക്ക് ഈ സ്വർഗത്തിൽ ഇഷ്ടമുള്ള സ്ഥലം എടുക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി തന്നല്ലോ എന്ന് പറയുന്ന സന്ദർഭം നമുക്ക് കാണാം. അപ്പൊ അവിടെ ഔറസന, ഞങ്ങൾക്ക് അനന്തരം നൽകി എന്ന പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സൂറത്ത് സുഹ്റൂഫിലെ 72 കാണാം, വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനനുസരിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് അനന്തരം നൽകുക എന്ന പ്രയോഗവും സൂറത്ത് സുഹ്റൂഫിൽ കാണാം. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്നല്ലാഹ സവാലിയൽ അർദ ഫറഅയ്തു മശാരികഹാ വമഗാരിബഹാ വഇന്ന ഉമ്മതി സയബ്ലുഗു മുൽകുഹാ മാ സുബിയലി മിൻഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു എന്നാണ്. ഈ ഭൂമിയെ മുഴുവനായി ചുരുട്ടി കാണിച്ചു കൊടുത്തു. അതിന്റെ എല്ലാ മുക്കുമൂലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഉമ്മത്തി, എന്റെ ഉമ്മത്ത് സയബ്ലുഗു മുൽകുഹാ മാ സുബിയലി മിൻഹാ, എനിക്ക് കാണിക്കപ്പെട്ട സ്ഥലം അത്രയും എന്റെ ഉമ്മത്ത് കീഴടക്കുന്നതാണ്, എന്റെ ഉമ്മത്ത് അവിടേക്ക് വെട്ടിപ്പിടിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് അഭിപ്രായങ്ങളെയും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സ്വർഗമാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന്, അതുപോലെ തന്നെ ഈ ലോകമാണ് ഉദ്ദേശമെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു. രണ്ടും ഇതുകൊണ്ട് ഉദ്ദേശമാകാം, രണ്ടും ഉദ്ദേശമാകാം എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിടത്തൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇബാദിയസ് സ്വാലിഹൂൻ, സാലിഹീങ്ങളായ അടിമകൾ ആവാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക എന്ന് വാഗ്ദാനമായി അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. ഒരു ഇബാദു സ്വാലിഹായി, ഒരു നല്ല മുഅ്മിനായി, ഒരു വിശ്വാസിയായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക.
അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആയത്തുൽ കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.